ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു ചീരക്കറി ഉണ്ടാക്കാം. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒരു ബെസ്റ്റ് കറിയാണ് ഈ ചീരക്കറി. ഇത് സാധാരണയായും പാലാക്ക് ചീര, ഉലുവ ചീര, പരിപ്പ് ചീര, സാമ്പാർ ചീര, ഇളം പച്ചച്ചീര, ഇളം ചുവന്ന ചീര ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ ഇന്നിവിടെ പാലാക്കും ഉലുവയും ഇട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. എന്നാ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 4 കപ്പ് ചീര അരിഞ്ഞത്, 100 ഗ്രാം തുവരപ്പരിപ്പ്, നീളത്തിൽ അരിഞ്ഞ 2 വലിയ സവാള, കുരുകുരെ അരിഞ്ഞ 2 തക്കാളി, 1 കുടം വെളുത്തുള്ളി, 4-5 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂടുകയോ കുറയുകയോ ആവാം, 2 ഗ്ലാസ് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എണ്ണയും ഒഴിച്ച് അടച്ചു വെച്ച് 4 മുതൽ 5 വിസിൽ വരുന്നത് വരെ വേവിച്ചു കൊടുക്കണം. പ്രഷറൊക്കെ കളഞ്ഞ ശേഷം ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒരു മത്ത് ഉപയോഗിച്ച് നന്നായി കടഞ്ഞു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇളക്കി നന്നായി തിളപ്പിച്ചു കൊടുക്കണം. നന്നായി തിളച്ച ശേഷം കടുക് വറുത്ത് കൊടുക്കാം. അതിനായി ഒരു ചീനിച്ചട്ടിയോ പാനോ എടുത്ത് അടുപ്പത്ത് വെച്ച് 1/2 ടേബിൾ സ്പൂൺ എണ്ണയും 1/2 ടീസ്പൂൺ നെയ്യും ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ടപ്പടപ്പേ പൊട്ടിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് 1/4 സവാള കുരുകുരെ അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. സവാളയേക്കാൾ നല്ലത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ സവാള ഇട്ടത്. ഇനി അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ട് ചൂടാക്കി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേട്ടില്ലേ ശബ്ദം? നമ്മളുടെ രുചികരമായ ചീരക്കറി റെഡിയായി. കണ്ടില്ലേ, എന്ത് നല്ല ഭംഗിയാ. ഭംഗി മാത്രമല്ല, കഴിക്കാനും നല്ല സ്വാദാ. ഉണ്ടാക്കി നോക്കില്ലേ? പുതിയൊരു വിഭവമായി വീണ്ടും സന്ധിക്കും വരെ ബായ്.